ബേപ്പൂരിൽ നിന്നും OB റോഡ് വഴി പയ്യാനക്കലിലൂടെ കോഴിക്കോട് ബീച്ചിലേക്ക് എത്താവുന്ന ഈ റോഡ് ഇന്ന് വളരെ ശോചനീയ അവസ്ഥയിലാണ്. വീതി കുറവ് വന്ന് നല്ലൊരു റോഡായിരുന്നു. നിങ്ങൾ കാണുന്നില്ലേ, ഒരു ഭാഗത്ത് മരം മുറിച്ചിട്ടത്, മെറ്റല്, ബസ് പാർക്കിങ്. ഒരു വളവാണ്, NSS സ്കൂൾ കഴിഞ്ഞ ഒരു വളവാണ്. അവിടെ ആക്സിഡൻറ്റുകൾ പതിവാണ്. ഈ കാണിക്കുന്ന സ്ഥലം അലങ്കാർ ഓഡിറ്റോറിയം, NSS വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ, NSS UP സ്കൂളിനൊക്കെ മുൻവശമാണ്. മുൻപിൽ റെയിൽവേ ട്രാക്ക്, ഇതിനിടയിലുള്ള സ്ഥലമാണ്. നല്ല റോഡായിരുന്നു. ആക്സിഡൻറ്റ് കണ്ടില്ലേ, പതിവ് കാഴ്ച. അടുത്ത കാലത്താണ് ഇങ്ങനെ ആക്സിഡൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ശേഷം ഇവിടെ കുറേ കാലം ഇങ്ങനെ റോഡ് വൃത്തികേടായി കിടക്കുന്നത്. എന്താ ഇതിൻ്റെ കാരണം? ഇതന്നെ ഈ വണ്ടികൾ നിർത്തിയിടുക, സാധാരണ മെറ്റലും കൂടി ഇവിടെ അടിച്ചിടുക. ഇത് മാസങ്ങളായി, ഇപ്പം മാസമായിട്ട് ഇവിടെ അടിച്ചിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല. ആൾക്ക് യാതൊരു പ്രശ്നമില്ല. പോലീസുകാർ പറഞ്ഞ് പരാതിപ്പെട്ട് ഒരു കുറച്ച് നേരം നീക്കി തരുന്നു. ഇന്നലെ രാത്രിയുടെ ആക്സിഡൻ്റ് ആണിത്. ഇവിടെ ആക്സിഡൻറ്റ് സ്ഥിരമായി നടക്കുന്നുണ്ട് ഇവിടെ. അതായത് ഇതിൻ്റെ കാരണം ഈ മെറ്റലും പൂഴിയൊക്കെ ഇവിടെ ഇറക്കിയിട്ടിട്ട് അത് കോണ്ടക്ടർമാർ തിരിഞ്ഞു നോക്കാതെ കുറേ പ്രാവശ്യം പറഞ്ഞ്, കൗൺസിലർ പറഞ്ഞ്, പോലീസ് SI പരാതി പറഞ്ഞ്, ഒന്നിട്ടും നടപടി ഒന്ന് ലേശം നീക്കിയിട്ട് മാത്രം ചെയ്തതാണ്. പിന്നെ അതിനുപരി റെയിൽവേൻ്റെ മരം മുറിച്ചിട്ട് 2 വീടുകളിൽ റെയിൽവേൻ്റെ മരം, ഈ മരം മുറിച്ചിട്ട് യാതൊരു നിയമവും നടക്കുന്നില്ല, അവിടെ തന്നെ ഇട്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ നല്ല റോഡായിരുന്നു, വൃത്തിയുള്ള റോഡായിരുന്നു. ഇതിൻ്റെ അവിടെ പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വേസ്റ്റുകളൊക്കെ കംപ്ലീറ്റ് അവിടെ കൊണ്ടുപോയിടുന്നുണ്ട്, ഡംപ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ മാറ്റി കിട്ടും. ഭയങ്കര സ്മെല്ലാണ് ഇവിടെ കടന്നു പോകുന്നത്. അതും തിരക്കുള്ള റോഡാണ്. തിരക്കുള്ള റോഡാണ്. എല്ലാവരും ബീച്ചിലേക്ക് പോകുന്നത്, മലപ്പുറം ജില്ലയിൽ നിന്ന് ബീച്ചിലേക്ക് പോകുന്നത് ഈ റൂട്ടിലാണ് പോകുന്നത്. കണ്ടമാനം വണ്ടികൾ ഇതിലേ പോകുന്നുണ്ട്. അതിനെക്കൊണ്ട് വല്ല പ്രയാസമുണ്ട് ഇവിടെ. ഇപ്പോഴും ബ്ലോക്കായി കിടക്കുകയാണല്ലേ. ഇന്നലെ രാത്രി നടന്ന ഒരു ആക്സിഡൻ്റ് ആണിത്. ഈ ആക്സിഡൻറ്റ് ആയി കാണുന്ന ഈ കോമ്പ് കാറ് ആക്സിഡൻ്റായി. അതിൻ്റെ 2-3 സ്കൂട്ടർ ആക്സിഡൻ്റായി. 2 ആൾക്കാരെ ഞാൻ കൊണ്ടുപോയിരുന്നു. സ്കൂട്ടർ ആക്സിഡൻ്റ് ആയിട്ട് 2 പേരെ കൊണ്ടുപോയി ഞാൻ. ആക്സിഡൻ്റ് ആയിട്ട് ഒരു കാറും ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട്, ഒരു സ്കൂട്ടറും ഒരു കാറും ആക്സിഡൻ്റ് ആയി. അങ്ങനെ കൊണ്ടുപോയി. ഇങ്ങനെ വല്ലാത്ത പ്രയാസമുണ്ട് ഇപ്പോൾ നടക്കുന്നത്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു മാസമല്ലേ റോഡിൽ ഇത്രയും മെറ്റലൊക്കെ അടിച്ചിട്ടിട്ട്? റോഡിലായിരുന്നു, ഇപ്പോൾ തൽക്കാലം നീക്കിയിട്ടതാണ് അല്ലേ? തൽക്കാലം പോലീസ് വന്നപ്പോൾ നീക്കിയിട്ട് അതിനുശേഷം ഒരു നടപടി ഉണ്ടായില്ല. ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. പ്രതികരിക്കാൻ ആളില്ലായിട്ടല്ല, വളവില് ആക്സിഡന്റ് ആയി കിടക്കുന്ന വണ്ടി കണ്ടില്ലേ? ഈ റോഡിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ? നാറ്റം. അത് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം, പറഞ്ഞു തരാം.